എന്താവട്ടെ, എന്റെ ചോദ്യം ഇതാണ്: മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ? മുജാഹിദിന്റെ വീട്ടിലോ സുന്നിന്റെ വീട്ടിലോ ആരെ വീട്ടിലുണ്ടെങ്കിലും നിർബന്ധമായും പൊളിക്കണം എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു, ഫത്ലുൽ മുഈൻ പഠിപ്പിക്കുന്നു. കിതാബുൽ ഉമ്മ അടക്കമുള്ള ശാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളൊക്കെയും ആ ആശയം ശരിവെക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊപ്പം നിൽക്കുന്ന ഏരിയ മുജാഹിദീങ്ങളുടെ വീട്ടിലാണെങ്കിൽ വേണമെങ്കിൽ പൊളിക്കാൻ ഞാനും കൂടിത്തരാം, ഒരു പ്രശ്നമൊന്നുമില്ല. അത് നിർബന്ധമായും ചെയ്യേണ്ട ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. നിങ്ങൾക്കും ബാധ്യതയുണ്ട്, എനിക്കും ബാധ്യതയുണ്ട്. മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയുമോ വെച്ചാൽ, മരിച്ചവർ ഈ ലോകവുമായി നേരിടുന്നതിന് ബന്ധമില്ല. ഈ ലോകത്ത് വന്നിട്ട് നമ്മളെ പരിപ്പാടി തീർക്കാനും, നമ്മളെ കാര്യം മുള്ളുത്തിയാലും അത് പറിക്കാനും, നമ്മളെ കുട്ടികളെ കെട്ടിക്കാനും, അതിനെല്ലാം മരിച്ചവർക്കുള്ള ഏർപ്പാട്. ഇവിടെ അങ്ങനെയാണോ? മുള്ളുത്തിയാ ബദരീങ്ങളെ വിളിക്കുക, ഒരു ബുദ്ധിമുട്ടുന്ന പോലെ പെട്ടിയും കൂടെ പൈസ ഇടുക, അതിനൊക്കെ അങ്ങനെ നോക്കി നടന്നിട്ട് ആർക്കാ ബുദ്ധിമുട്ടുള്ളത്, ആർക്കാ കടമുള്ളത്, ആർക്കാ പ്രയാസമുള്ളത്, ആർക്കാ വീട് പണി പൂർത്തിയാകാത്തത്, ആരെ മക്കളെ കെട്ടിക്കാത്തത്, ആർക്കാ വിസ കിട്ടാത്തത്, പോലെ വിസ ശരിയാക്കി കൊടുക്കുക. ഈ ഏർപ്പാടല്ല മരിച്ചവർക്കുള്ളത്. മരിച്ചവർ അവരുടെ ലോകത്താണ്, ബർസഖിയായ ലോകത്താണ്. ആ ലോകത്ത് ഉള്ള എന്തെല്ലാം അനുഭവമുണ്ടോ അതെല്ലാം അവർക്കുണ്ടാവും. ബർസഖി ലോകത്ത് അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവർക്കുണ്ടാവും. അല്ല ഇവിടെ വന്നിട്ട് നമ്മളെ ഇടയിൽ ഇടപെട്ടും ബന്ധപ്പെട്ടും ഇവിടെ ഒന്നും ചെയ്യൂല. ബർസഖി ലോകത്ത് അവരുടേതായ കാഴ്ചയും കേൾവിയും അവരറിവും എന്തെല്ലാം ഉണ്ട് എന്നാണോ പ്രമാണങ്ങളിൽ പരിചയപ്പെടുത്തപ്പെട്ടത് അതൊക്കെ ഒലിക്കുണ്ടാവും. ശുഹദാക്കളെ പറ്റി പറഞ്ഞപ്പോൾ ഇമാം അബൂദാവൂദിലേക്ക് ഹദീസിൽ കാണാം, ശുഹദാക്കളാണല്ലോ ഏറെ മികച്ചവർ. ആ ശുഹദാക്കളെ പറ്റി ഇമാം അബൂദാവൂദ് ഹദീസിൽ വന്നിട്ടുണ്ട്, ശുഹദാക്കൾ നാളെ സ്വർഗ്ഗലോകത്തെത്തുമ്പോൾ റഹ്മാനായ റബ്ബ് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താണ് ആഗ്രഹമുള്ളത്? അവര് പറയും, ഇനി എന്താഗ്രഹിക്കാൻ, എല്ലാം ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ റബ്ബ് പറയും, അല്ല, നിങ്ങൾ ആഗ്രഹം പറയുക. അവര് പറയും, ഇനി എന്താഗ്രഹിക്കാൻ, എല്ലാം ലഭിച്ചുവല്ലോ. അള്ളാഹു വീണ്ടും പറയും, നിങ്ങൾ ആഗ്രഹം പറയുക. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹം പറയാതെ വിടില്ല എന്ന് മനസ്സിലാകുമ്പോൾ ശുഹദാക്കൾ പറയുന്ന ആഗ്രഹം, ഞങ്ങൾക്ക് ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, എന്നിട്ട് ഒന്നുകൂടെ ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ ദുനിയാവിലേക്ക് തിരിച്ചു ചെന്ന് ഷഹീദായി മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. അപ്പൊ ശുഹദാക്കന്മാർ റബ്ബിന്റെ മുമ്പിൽ പറയുന്ന ഒരേ ഒരു ആഗ്രഹം, ദുനിയാവിലേക്ക് ഒന്നുകൂടെ പോകണം. എന്തിന്? എന്നെയും നിങ്ങളും സഹായിക്കാനല്ല, അവർക്ക് ഒന്നുകൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് തന്നെ വീണ്ടും എത്തിപ്പെടാൻ. ആ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി പോലും ഇങ്ങോട്ട് അവർ തിരിച്ചയക്കുന്നില്ല. അപ്പൊ ഈ ലോകവുമായി അവർ ബന്ധപ്പെടുന്നില്ല. എന്നാ ബർസഖി ലോകത്ത് അവർക്ക് അനുവദിക്കപ്പെട്ട മേഖലകൾ ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ അവരവിടെ പലതും ചെയ്യുന്നുണ്ടാവാം. അത് പ്രമാണങ്ങൾ എന്തൊക്കെ വന്നോ അതൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് യാത്ര പോയപ്പോൾ അവിടെ കാലദേശങ്ങൾ കടന്ന് അതിനപ്പുറത്തുള്ള ലോകത്തേക്ക് റസൂലുള്ളാഹിന്റെ പോക്ക്, അവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് അല്ലാഹു തആല മുഅ്ജിസത്തായി ഇവിടെ കാണിച്ചതാണ്. മുഅ്ജിസത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതികമാണ്. അത് സാധാരണ മാർഗമല്ല, അത് അവരുടെ കഴിവും അല്ല, റഹ്മാനായ റബ്ബ് നടപ്പാക്കുന്നത് മാത്രം. അതല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് നമ്മൾ ഒരു വണ്ടിയുടെ ആക്സിഡന്റ് ആക്കാൻ വേണ്ടി പെട്ടി പൈസ ഇട്ടാല് പോലെ നമ്മളെ വണ്ടി കാക്കുക, നമ്മളെ ഇൻഷുറൻസ് ഏറ്റെടുക്കുക, ആ വക പരിപാടിയൊന്നുമില്ല. നമുക്ക് ചെയിന് കാണാതായി പോയി ഓമാനുസോദങ്ങളെ പെട്ടിക്ക് 10 രൂപ ഇടാം, നമ്മളെ ചെയിന് ഒന്ന് തെരഞ്ഞോക്കി എവിടെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നില്ല, അങ്ങനെ വകുപ്പില്ല. ഒരു വിസ ശരിയാകില്ല, നമ്മള് 50,000 1 ലക്ഷം കൊടുത്തിട്ട് കാത്തിക്ക, വിസ കിട്ടുന്നില്ല. അവസാനം 10 രൂപ പെട്ടി കൊണ്ടുപോയിട്ടാല് ഈ 10 രൂപ കൈക്കൂലിയും വാങ്ങിയിട്ട് പോകാൻ വിസ ശരിയാക്കി തരാ, ആ ഏർപ്പാടല്ല അവർക്കുള്ളത്, അതല്ല അവരുടെ പരിപാടി. അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്, പല കിതാബിലും വന്നിട്ടുണ്ട്. അതൊന്നും പ്രമാണമുള്ളതല്ല, തെളിവുള്ളതല്ല. പല കിതാബിലും വന്നിട്ടുണ്ട്, പലരും അങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. കിതാബിൽ അങ്ങനെ പലതും ഉണ്ടാകാം, അതൊന്നും തെളിവുള്ളതല്ല. പ്രവാചകൻ പഠിപ്പിക്കണം, അള്ളാഹു പഠിപ്പിക്കണം. ഒരു കാര്യം ദീനാവണമെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത കാലത്തോളം നമുക്കത് തെളിവില്ല. അതുകൊണ്ട് തന്നെ ആ കിതാബിലുണ്ടല്ലോ, ഈ കിതാബിലുണ്ടല്ലോ, മറ്റേ കിതാബിലുണ്ടല്ലോ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ല. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നുണ്ടോ നമുക്കത് ന്യായമാണ്. ആ ഉള്ളത് ആരും ഉദ്ധരിച്ചുവോ അത് ന്യായമാണ്, ഇല്ലേ നമുക്കത് വിശ്വസിക്കാൻ വകുപ്പില്ല. മരിച്ച ആളുകളുടെ, മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റാണോ? കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തമ്മിലൊരു പ്രശ്നമല്ല, ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ദീർഘിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയണം, നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് പ്രസംഗിക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമുക്കിങ്ങനെ ചോദിച്ച് കുറെ വിശദീകരിക്കുന്നതിലുപരി എന്റെ ചോദ്യം ഇതാണ്: മരിച്ച ആളുകളുടെ, മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇത് തെറ്റാണോ ശരിയാണോ?
ചോദ്യം ദീർഘിക്കുമ്പോ ഉത്തരം ദീർഘിക്കും. അല്ല, ഉത്തരം ദീർഘിച്ചാൽ അതിനർത്ഥം ചോദ്യകർത്താവ് ഞാൻ തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ല. ഇപ്പൊ സൈദലി മുസ്ലിയാനെ കുറിച്ച് അധികം പറഞ്ഞു, അതിനർത്ഥം എന്റെ പെങ്ങളെ മൂപ്പര് കെട്ടി തലാക്കലിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം. ഞങ്ങൾ തമ്മിൽ അങ്ങനെന്തോ പഴയകാല കുഴപ്പമുള്ളതുകൊണ്ടൊന്നല്ല അധികം പറഞ്ഞത്. നമ്മൾ ഈ ചോദ്യവും ഉത്തരവും ചോദിക്കുന്ന ഒരാൾക്ക് മാത്രം, ഇത്രയും മനുഷ്യരോട് നിൽക്കുന്നത് എന്തിനാണ്? ഇത് കേൾക്കാനും പഠിക്കാനും. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും. ചുരുങ്ങിയത് 1000 ആളുകൾ ഇപ്പോൾ ഉണ്ടാവും. ഇവരൊക്കെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് പക്ഷെ നല്ല ബുദ്ധി ഉണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവൂലല്ലോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവണം. ഇപ്പൊ സൈദലി മുസ്ലിയാർ 5, 6, 7 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആയി. മൂപ്പർക്കും ക്ലിയർ ആയി. മൂപ്പര് അത് നൃത്തം ചെയ്തു. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് മൂപ്പര് ചോദിക്കണമെന്നില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കാണ്ട് അതിന്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചും ചെയ്തോട്ടെ, അതിനും കുഴപ്പമില്ല. ഏതായിരുന്നാലും മരിച്ചുപോയവർ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തെറ്റാണോ എന്നാണ്. പല രൂപത്തിലുണ്ട് അത്, പല രൂപത്തിലുണ്ട്. ഇപ്പൊ ഇമാം ബുഖാരി ഒരു കിതാബ് എഴുതി, കിതാബ് രചിച്ച് ഈ ലോകത്തിൽ വഫാത്തായി പോയിട്ട് 1200 കൊല്ലമായി. അദ്ദേഹം അന്ന് ചെയ്ത ആ ചെയ്തി നമുക്ക് ഇന്നും സഹായകമാണ്. ഇമാം ബുഖാരി അന്ന് ചെയ്ത ആ പണി നമുക്ക് ഇപ്പോഴും സഹായകം. ഇമാം ദഹബി അന്ന് കിതാബ് എഴുതി, ആ കിതാബിൽ ആ ഒരു അരവരി എഴുതി വെച്ചുകൊണ്ടല്ലേ ഇപ്പൊ എനിക്ക് മുമ്പോട്ട് പറയാൻ പറ്റിയത്. സൈദലി മുസ്ലിയാർ കിതാബ് നിർത്തപ്പോ എനിക്ക് പറയാൻ പറ്റിയെന്തുകൊണ്ടാ? ഇമാം ദഹബി അന്ന് എഴുതിച്ചുകൊണ്ടാണ്. ആ അർത്ഥത്തിലാണോ മരിച്ചുപോയ സഹായം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. അതല്ല, ഞാൻ പറഞ്ഞ് വിളിച്ച ആ വിളി കേൾക്കും, എന്റെ പ്രശ്നം മനസ്സിലാക്കും, അത് അറിയും, അത് ഇടപെടും, അത് സഹായിക്കുമെന്നാണോ? അത് തെറ്റ് തന്നെയാണ്, അല്ല ശിർക്ക് തന്നെയാണ്. ഏതുപോലെ ഖുതുബിയത്തിൽ പറഞ്ഞു, ഒറ്റയ്ക്ക് നിന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി എന്റെ പേര് 1000 പ്രാവശ്യം ആരെങ്കിലും വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ അവർ ഉത്തരം ചെയ്യും. അത് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്, തെറ്റു തന്നെയാണ്, തൗബ ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ അഭൗതികമായി വിളി കേൾക്കാൻ, അഭൗതികമായി അറിയാൻ, അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി ഇടപെടാൻ ഈ ലോകത്ത് റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ, വേറെ പടപ്പിനും കഴിയില്ല. അതല്ല മൊഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപകാരമുണ്ട് എന്നാണോ? അതൊരു സഹായമാണല്ലോ. അങ്ങനെ പലരുണ്ട്, പല വിശ്വാസവും പരസ്പരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മളത് കഴിഞ്ഞു പോയി അങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഓരോ ഇങ്ങോട്ട് മാത്രമല്ല, മരിച്ചുപോയവർ ഇങ്ങോട്ട് മാത്രമല്ല, നമ്മൾ മരിച്ചുപോയവർക്ക് അങ്ങോട്ടും സഹായം ചെയ്യുന്നു. അതെന്താ? നമ്മുടെ ദുആ. നമ്മൾ പലരും ഇന്നും ദുആ ചെയ്തു, റബ്ബന ഗഫിർ ലനാ വൽ ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാനിൽ മുൻകടന്നു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ. അത് ഒരിക്കലും സഹായമാണ്. കഴിഞ്ഞുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ ഫലം അവർക്ക് കിട്ടുന്നു. അതൊരു സഹായമാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും ആ ഒരു അർത്ഥത്തിലാണോ? കുഴപ്പമില്ല. അതല്ല, നമ്മളെ വിളി കേൾക്കാനും, നമ്മളെ കാണാൻ, നമ്മളെ അറിയാനും, പ്രശ്നം മനസ്സിലാക്കാനും, നമ്മളെ സഹായിക്കാനും ഒക്കെ കഴിയുമെന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അല്ലാതെ നമ്മൾ തർക്കമുള്ള ആ ഇസ്തിഗാസയാണോ എങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റൂല, തെറ്റാണ്, കുറ്റകരമാണ്, അത് ശിർക്കാണ്. ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കാം. അല്ല, മരിച്ച ഒരു മഹാന്റെ സഹായം അയാള് മരണത്തിന് ശേഷം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റോ? അതെന്നെ പറഞ്ഞു. ഇമാം ബുഖാരി മരിച്ച ആളാണ്, ഇമാം ദഹബി മരിച്ച ആളാണ്, അദ്ദേഹത്തിന്റെ കിതാബ് ഇപ്പോഴും സഹായകമാകുന്നു. അത് വിശ്വസിച്ചാൽ തെറ്റല്ല. അതിപ്പോ സൈദലി മുസ്ലിയാർക്കും ബോധ്യപ്പെട്ടു. സൈദലി മുസ്ലിയാർ ബോധ്യപ്പെട്ടോ? ഇല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ ബുദ്ധി മേടിച്ചു മേടിച്ചു, അദ്ദേഹത്തെ നിർബന്ധിച്ച് മേടിച്ചാണ്. അത് മറ്റൊരു വിഷയം, അതിലേക്ക് കടക്കുന്നത്. ഞാൻ ചോദിച്ചത് മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് ഇമാം ബുഖാരി ഒരു ഉദാഹരണം പറയണ, ഒരു മഹാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മരണശേഷം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉപകാരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്റെ വിശ്വാസം തെറ്റാണോ? അല്ലേ? അതാണ് പറഞ്ഞത്. 2 തരത്തിലുണ്ട്. തെറ്റാകുന്നതുണ്ട്, തെറ്റാകാത്തതുണ്ട്. ശിർക്കാകുന്നത്, ശിർക്കാവാത്തതുണ്ട്. ശിർക്കാവാത്തതേതാ? ഇമാം ബുഖാരി ധാരാളം കിതാബ് എഴുതി വെച്ചു. ആ കിതാബ് ഇമാം ബുഖാരിന്റെ മരണശേഷവും എനിക്ക് സഹായകമാകുന്നു. ഇമാം ബുഖാരി മരിച്ചപ്പോൾ ആ കിതാബും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. 1200 കൊല്ലം പിന്നിട്ട് ഇമാം ബുഖാരി വഫാത്തായിട്ട് ആ ഇമാം ബുഖാരി അന്ന് ചെയ്തു വെച്ചതിന്റെ ഫലം നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നു. ആ അർത്ഥത്തിലാണോ സഹായം കിട്ടും നിങ്ങൾ പറയണത്? എങ്കിൽ തെറ്റല്ല.
നമ്മൾ വിളിച്ചാൽ ഇമാം ബുഖാരി വിളി കേൾക്കും, അദ്ദേഹം അതറിയും, അദ്ദേഹം എന്റെ പ്രശ്നം മനസ്സിലാക്കും. അങ്ങനെ റഷ്യയിലെ ഇമാം ബുഖാരി നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചങ്ങതിരിയിലേക്ക് വന്നിട്ട് നമ്മുടെ പ്രശ്നമൊക്കെ തീർത്ത് തിരിച്ച് റഷ്യക്ക് പോകും എന്നാണോ? അത് ശിർക്കാണ്, വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏതായാലും ഈ മറുപടി കിട്ടിയാൽ ചോദിക്കാൻ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ പ്രശ്നം തീർന്നില്ലേ? രണ്ടാമത്തെ ചോദ്യം ഉള്ളിൽ വെച്ചിട്ടാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കണത്, അതാണ് ചോദിച്ചോളി, നമുക്ക് തിരിയുന്നുണ്ട്. തിരിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ചെയ്തു വെച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ രൂപമല്ല ഞാൻ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ, അതാ ഞാൻ മഹാന്മാർ എന്ന് പറഞ്ഞത്. മഹാന്മാർ അവരുടെ മരണശേഷം, ഉദാഹരണം മരണത്തിന് 100 വർഷത്തിന് ശേഷം എനിക്ക് ആ സഹായം, അതുപോലുള്ള അവരുടെ സഹായം ലഭിച്ചു എന്ന് വിശ്വസിക്കൽ തെറ്റാണോ? അതല്ല സുഹൃത്ത്, എങ്ങനത്തെ സഹായം ഉദ്ദേശിച്ചത്? ഒരു ഉദാഹരണം പറയും, ഒരു ഉദാഹരണം പറയാം സഹായത്തിന് ഉദാഹരണത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടില്ല, ചോദ്യം മനസ്സിലായിട്ടില്ല, അവിടെ ചോദ്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം, ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം. ഏതായാലും നിങ്ങൾക്ക് ആ രൂപം മനസ്സിലായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 50 വഖ്ത് നിസ്കാരം എന്നെയും സഹായിച്ചു. ഇവിടെ കൂടിയ ആയിരക്കണക്കിനെന്ന് നിങ്ങൾ പറയുന്നു, ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അവരെയും സഹായിക്കുന്നു. ഇനി അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ അനുയായികളെയും സഹായിക്കുന്നു. 50 വഖ്ത് നിസ്കാരം 9 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിച്ച മൂസാ നബി അള്ളാഹുലേക്ക് അയക്കും. 9 പ്രാവശ്യം അയച്ച് 5 പ്രാവശ്യം ചുരുക്കി 5 വക്താക്കി ചുരുക്കിയ സഹായം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. അനുഭവിക്കാത്തവർ 50 നിസ്കരിക്കാൻ ദയപൂർവ്വം ആവശ്യപ്പെടുന്നു. ഇതാ ഞങ്ങളോട് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇത് നേരത്തെ ചോദിച്ചാൽ എത്ര സമയം ലാഭം എന്ന് പറഞ്ഞു. ഇത് നിങ്ങളെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞോളം നേരത്തെ ഞാൻ മിറാജ് അഡ്വാൻസ് ആയി പറഞ്ഞത്, അത് കറാമത്തൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, മിറാജ് കാലും ദേശം നബി അപ്പുറത്തുകാട് പോയി, അവിടെ അമ്പിയാക്കന്മാര് വന്നു. എനിക്കറിയാം ഞങ്ങളെ ഉള്ളിൽ ചോദ്യം ഉണ്ട്, അത് വൈ പറഞ്ഞല്ല കേട്ടോ, വൈ പറഞ്ഞല്ല. 100 മുഖാമുഖം നടത്തിയപ്പോ അതിന് തെളിഞ്ഞ കാര്യമാണ്. മോലയന്മാരെ ഉള്ളിൽ പിന്നെ കുറച്ചൊക്കെ പണ്ട് മുഖാമുഖത്തിൽ ചോദിക്കാൻ ഞങ്ങളും പോയിരുന്നു. സുന്നി അതിന്റെ കാലത്ത് നമ്മളും ചോദിക്കാൻ പോയി. അപ്പൊ അന്ന് ഉസ്താദ്മാര് പറഞ്ഞത് എന്താ ചോദിക്കേണ്ടത്, ആദ്യം ഇത് ചോദിക്കണം, അതിന് ഉത്തരം കിട്ടിയാൽ അങ്ങനെ ചോദിക്കണം, ഉത്തരം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 ഉത്തരം പറഞ്ഞത്. മരിച്ച സഹായം കിട്ടുന്ന വിശ്വസിച്ചാൽ ശിർക്കാണോ വെച്ചാൽ ഒറ്റടിക്ക് പറയാത്ത എന്താ വെച്ചാല് നിങ്ങൾ ചോദിക്കാൻ പോലെ എന്താ എനിക്കറിയാം, അത് വാല് പൊക്കും പറയില്ല എന്തിനാന്നുള്ളത്. അപ്പൊ ആമക പണി മാണ്ട പോലെ നേക്കിനെ ചോദിച്ചാൽ സമയത്ത് ലാഭമാണ്. ഞാൻ നേക്കിനെ ആയിരം ചോദിച്ചാൽ പോലെ മൂസാ നബി ഇങ്ങനെ ചെയ്തുണ്ടല്ലോ, അത് വിശ്വസിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പോലെ. അതുകൊണ്ട് അഡ്വാൻസ് ആയി പറഞ്ഞത് അതുണ്ട്, അത് വിശ്വസിക്കണം, നിർബന്ധമായും വിശ്വസിച്ചു കൊള്ളാം. പക്ഷെ അതിനു വേണ്ടി അല്ലാഹു തആല മൂസാ നബിയെ ജീവിപ്പിച്ച് അവിടുത്തെ കൊണ്ടുപോയി. അതെന്തിനാ നമുക്ക് മനസ്സിലാക്കുന്നത്? അള്ളാന്റെ റസൂല് ഇവിടുന്ന് അങ്ങോട്ട് പോയി. തടക്കല്ല റസൂല് മിറാജ് പോണ മുമ്പ് ഇവിടുന്ന് മൂസാ നബി ഞാൻ അങ്ങനെ പോകണ്ടിട്ടോ, നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം, പഠിക്കുന്നത് നോക്കണം, എനിക്ക് പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞത് മൂസാ നബിന്റെ ഖബറിൽ പോയിട്ടോ അല്ലാതെയോ മൂസാ നബിയോട് തേടിയിട്ടാണ് പോയതെങ്കിൽ നമുക്കത് ന്യായമായിരുന്നു. അതില്ല, അള്ളാന്റെ റസൂല് വിചാരിച്ചിട്ടും കൂടില്ല ഈ പോണ പോക്കിന് ഓരൊക്കെ കാണുന്നുള്ളത്. ആ പോകുന്ന പോക്കും റസൂൽ ആദ്യം പറഞ്ഞതുമല്ല, മലക്കള് വന്നു കൂട്ടിക്കൊണ്ടുപോയി. എന്താ ഏതാണെന്ന് അറിയില്ല, പല സംഭവം കണ്ട് ചോദിച്ചു മാഹാദാ ഇതെന്താ മലക്ക് പറഞ്ഞു നടക്ക്, പിന്നെ പറഞ്ഞ ആ പോണ പോക്കിൽ ഈ അമ്പിയാക്കന്മാരൊക്കെ അല്ലാഹു അവിടെ ഹാജരാക്കി, അവിടെ കൊണ്ടുവന്നു. ഇനി മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഇപ്പൊ ജീവിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണമെങ്കിലോ ഞാൻ മൈക്ക് മൂസാ നബി കൊടുക്കും. ഇതാ മൂസാ നബി നിങ്ങൾ പറഞ്ഞോടിക്ക് മറുപടി, ഞാൻ പറഞ്ഞിട്ട് ചങ്ങായിക്ക് മനസ്സിലാണില്ല, നിങ്ങൾ പറഞ്ഞോടിക്ക് ഞാൻ പറയും, എന്താ കുഴപ്പമുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ആകാശലോകവും കടന്ന് അതിനപ്പുറത്തേക്ക് റബ്ബുമായി സംസാരിക്കാവുന്ന മർത്തബയിലേക്ക് നരക സ്വർഗം വരെ കണ്ടു അള്ളാഹുവിന്റെ റസൂൽ. അപ്പൊ ഈ പ്രപഞ്ച വ്യവസ്ഥ കടന്ന് അതിനപ്പുറത്തേക്കാണ് റസൂൽ പോയത്. ഈ പ്രപഞ്ച വ്യവസ്ഥ കടന്ന് അതിനും അപ്പുറത്തേക്കാണ് അള്ളാഹു റസൂൽ പോയത്. നരകം കണ്ടു, സ്വർഗം കണ്ടു, പല കാഴ്ചകളും കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു. അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹുമായി സംസാരിച്ചു. അന്ന് കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ അതിൽ അള്ളാഹു തആല കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഹാജരാക്കി കൊടുത്തു, ഇമാമായി നിസ്കരിച്ചു ഒക്കെ ഉണ്ട്. ഞാൻ അതേ ചിലപ്പോ ഒരാൾ ചോദിക്കുകയാണ്, നമ്മളെ പള്ളിക്ക് മൂസാ നബിനെ ഇമാമാക്കാൻ പറ്റുമോ ചോദിച്ചാലോ? മൂസാ നബി നമ്മളെ പള്ളിക്ക് ഇമാമാക്കാൻ പറ്റുന്ന ശമ്പളം കൊടുക്കേണ്ടിയില്ല.
ശമ്പളം വേണ്ട, ഫ്രീ ആയിട്ട് നിർത്താൻ പറ്റുമോ? ഹദീസിലുണ്ടല്ലോ അള്ളാഹു റസൂൽ ഇമാമെന്നു, മൂസാ നബി മഅ്മൂമായിരുന്നു, എന്നാ പിന്നെ നമുക്ക് ആ മൂസാ നബിനെ കിട്ടിയ പോലെ എന്നാരും ചിന്തിക്കോ? ഇല്ലല്ലോ. ഇനി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് കൊല്ലങ്ങൾ ജീവിച്ചു. 10 കൊല്ലത്തിലേറെ റസൂലുള്ളാഹി ജീവിച്ചു. ആ കൊല്ലങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നമുണ്ടായി. എപ്പോഴെങ്കിലും അന്ന് എന്നെ സഹായിച്ചത് മൂസാ നബി ആണല്ലോ, ഇപ്പൊ എന്താ പറയാ 10 കൊല്ലമായിട്ട് ഒരു മൈൻഡും ഇല്ല, ഒന്ന് വിളിച്ചു നോക്കുക എന്ന് അല്ലാഹു റസൂൽ എവിടെയും ചിന്തിച്ചിട്ടില്ല. പല പ്രശ്നങ്ങളുണ്ടായി, ഒരു നബിയെയും വിളിച്ചിട്ടില്ല. ആദം നബി മുതൽ എല്ലാ പ്രവാചകന്മാരെയും കണ്ടു, മൂസാ നബിയെ മാത്രമല്ല എല്ലാരും കണ്ടു. അവരാരെങ്കിലും അതിനു ശേഷം ഒരു വിളി റസൂൽ നടത്തിയോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ആ സംഭവത്തിൽ നിന്ന് അള്ളാന്റെ റസൂൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി റസൂൽ അവരെക്കാളും മീതയാണല്ലോ അതുകൊണ്ടാണ് എന്നാണെങ്കിൽ സ്വഹാബത്തുണ്ടല്ലോ. മിറാജിന്റെ സംഭവം റസൂൽ പറഞ്ഞത് സ്വഹാബിമാരോടാണ്. ആ സ്വഹാബിമാർ ആരെങ്കിലും ഈ സംഭവം മനസ്സിലാക്കിയിട്ട് നമുക്ക് മൂസാ നബിയോടും ഇസ്തിഗാസ ചെയ്യാം എന്ന് മനസ്സിലാക്കിയോ? ഇല്ല. റസൂലെ നിങ്ങളെ മൂസാ നബി സഹായിച്ചില്ലേ, ഞങ്ങളും ചോദിക്കട്ടെ മൂസാ നബിയോട് എന്ന് സ്വഹാബത്ത് ചോദിച്ചില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ സുയൂത്തിയുടെ വാചകം, അന്ന സ്വഹാബ വഖദ് അജ്റബു മറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ. എന്നിട്ട് സുയൂത്തി ഇമാമിന്റെ ഉപദേശം എന്താ? ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വലീഹ് ഫതഹഖഖ് തൗഹീദ് എന്നാണ് ഇമാം സുയൂത്തി പറഞ്ഞ വാചകം. അപ്പൊ അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി മൂസാ നബിന്റെ ആ സംഭവം ബേസ് ചെയ്തിട്ട് ലോകത്ത് ഈ കാലം വരെ 1400 കൊല്ലമായല്ലോ ആ സംഭവം കൈമാറി പോരുന്നു. ഇന്ന് കിട്ടിയതല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇതുവരെ 1400 കൊല്ലമായി ആ സംഭവം കൈമാറി പോകുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാമിയങ്ങളോ, ഈ ഹദീസ് വിശദീകരിച്ച നബവി ഇമാമിനെ പോലുള്ള, അസ്ഖലാനി ഇമാമിനെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരോ അവരാരും ഓലക്ക് നമ്മളെ സഹായിക്കുന്ന തെളിവായിട്ടോ നമ്മൾ അങ്ങോട്ട് തേടാൻ തെളിവായിട്ടോ അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഈ കാലത്ത് ചില മൂലന്മാർ ആലോചിച്ചുണ്ടാക്കിയിട്ട് ഓരോന്നും തപ്പിപ്പിടിച്ച കൂട്ടത്തിൽ ഇതും തപ്പിപ്പിടിച്ചു എന്നല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയും അല്ലെ? അതെ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരികയാണെങ്കിൽ, നമ്മൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ മൈക്ക് കൊടുത്താൽ അദ്ദേഹം പ്രസംഗിക്കും. കാരണം അദ്ദേഹം ജീവിതകാലത്ത് നല്ല പ്രവാസകനായിരുന്നു, നല്ല ദൈവത്തെട്ട ആളായിരുന്നു. അത് അദ്ദേഹം ഇവിടെ വരാൻ അള്ളാഹു വല്ല അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകും. അവിടെ വരാൻ അള്ളാഹു അനുവാദം കൊടുത്തു, അവിടെ ചെന്നു, അള്ളാഹുവിന്റെ റസൂലുമായി സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായി. പിന്നെ അതുണ്ടായതുമില്ല, പിന്നെ അനുവാദം കിട്ടിയിട്ടില്ല. ഇനി മൂസാ നബി മാത്രമല്ല, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവ് തന്നെ 100 കൊല്ലം മരിച്ചെടുത്തിട്ട് പിന്നെ ജീവിച്ച ആളാണ്. സൂറത്ത് ബഖറയിൽ കാണാം, ഔ കല്ലദീ മറ അലാ ഖർയ വഹിയ ഖാബിത അലാ ഉറൂശിഹാ ഫഖാല അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആം സുമ്മ ബഅസ. 100 കൊല്ലം മരിപ്പിച്ചു കിടത്തി, പിന്നെ ജീവിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചെയ്തു, പടക്കെ കണ്ടു, പഴുതും കണ്ടു, തന്റെ കഴുതയെ നോക്കി, തന്റെ ഭക്ഷണം നോക്കി, നാട് നോക്കി, നാടെല്ലാം മാറി. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം അല്ലെങ്കിൽ 350 കൊല്ലം അവര് മരണസമാനമായ ഉറക്കിൽ അവര് കിടന്നു, മരിച്ചിട്ടുമില്ല. രണ്ടാമത് പിന്നെ ജീവിപ്പിച്ചു. ബനൂ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരാൾ കൊല്ലപ്പെട്ടു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പരിഹാരം വഹ്യ് പ്രകാരം അറിയിച്ചു കൊടുത്തു. പശുവിനെ അറുത്ത് അതിന്റെ ഭാഗം കൊണ്ട് മയ്യത്തിനെ അടിക്കണം. അടിച്ചു, മയ്യത്ത് എണീറ്റു. എന്ത് പറഞ്ഞു? കൊന്നാൾ ഇന്നാളാണ്. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ ആരെയും കൊല്ലപ്പെട്ടാല് ഒരു പശുവിനെ തന്നെ പോയി അറുത്തിട്ട് ആ കഷ്ടപ്പെട്ട് വന്ന് അടിക്കാന്ന അങ്ങനെ ആരെയും മനസ്സിലാക്കൂ? ഈ നാട്ടിൽ കൊലപാതകം നടന്നു വിചാരിക്കും, നടക്കാതിരിക്കാം. അങ്ങനെ നമ്മളെ മുസ്ലിയാര് പറഞ്ഞെടുക്കുന്നത് ഒരു കാര്യം ചെയ്യാം, ഖുർആൻ ഇങ്ങനെ ആയത്തുണ്ട്, ഹദീസും കൂടിയല്ല. അതുകൊണ്ട് ആ ആയത്ത് പ്രകാരം നല്ല മഞ്ഞ നിറമുള്ള, വൃദ്ധയല്ലാത്ത, പിന്നെ തേവി നനയ്ക്കാൻ ഉപയോഗിക്കാത്ത, കൃഷിക്ക് ഉപയോഗിക്കാത്ത, അഴിവില്ലാത്ത നല്ലൊരു പശുവിനെ കണ്ടെത്തി. എന്നിട്ട് അതിന്റെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം എടുത്ത് ആ മരിച്ചാൾ അടുക്കി, എന്നാ അയാൾ എണീക്കും. അപ്പൊ നമ്മൾ എന്താ മുതൽ നിങ്ങൾ പറയണത്? ആയത്ത് ഖുർആനിലുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ വല്ല തരിയുണ്ടത്.
അത്ര സംഭവമേ അതുള്ളൂ. ഏതായിരുന്നാലും ഇമാം ബുഖാരി ആവട്ടെ, അല്ലാത്ത ഇമാമിങ്ങളാവട്ടെ, റസൂലാവട്ടെ, അല്ലാത്തവരാകട്ടെ, മരിച്ച ശേഷം ഈ ദുനിയാവിലെ കാര്യങ്ങൾ ഇടപെടുകയും നമ്മളെ വിളി കേൾക്കുകയും നമ്മുടെ വിളി മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നം പറയുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അത് ഉണ്ട് എന്ന് മാനപ്പാട്ടിൽ പറയുന്നു, മൗലിദ് കിതാബിൽ പറയുന്നു, റാത്തീബുകളിൽ പറയുന്നു, കുതുബിയത്തിൽ പറയുന്നു, ജാറങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഞാൻ കുതുബിയത്ത് പറഞ്ഞത് വമൻ യുനാദിസ്മി അൽഫം ബിഖൽബതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഈ വിശ്വാസത്തിൽ ഒരിക്കലും മൂസാ നബിയുടെ സംഭവം തെളിവല്ല. അതിന് ലോകത്ത് ഒരാളും 114 കാലങ്ങൾക്കിടയിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരൊറ്റ ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ച ധാരാളം പണ്ഡിതന്മാർ, അത് വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാർ, അവരാരും ആ ഹദീസ് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അത് അബദ്ധമാണ്, തെറ്റാണ്. അങ്ങനെ ലോകത്തുള്ള ഇമാമികൾ ആരും പറയാത്ത ഒരു വിശദീകരണമാണ് അത് എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുന്നു. മരിച്ച മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം ഈ ചങ്ങലേരിയിലുള്ള സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ തെറ്റുണ്ടോ? നിസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിൽ തെറ്റല്ല. 5 വക്ത് നിസ്കാരം 5 ചുരുങ്ങിയത് മൂസാ നബിയുമായുള്ള സംസാരത്തിന്റെ ഭാഗമാണ് എന്ന അർത്ഥത്തിലാണ് വിശ്വസിക്കുന്നുവെങ്കിൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. തെറ്റെന്നല്ല, വിശ്വസിക്കൽ നിർബന്ധമാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയും തന്റെ ഖൗമിന്റെ അനുഭവം അറിയിക്കുകയും അത് പ്രകാരം റസൂൽ തിരിച്ചു പോവുകയും വീണ്ടും വരികയും ചെയ്ത് അങ്ങനെയാണ് 50 ഉള്ളത് 5 ചുരുങ്ങിയത് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം സ്വഹീഹായ ഹദീസാണ്. എന്നാൽ ഇന്നൊരാൾ നിസ്കരിക്കാൻ വയ്യ, ഓൻ വെക്കാം മൂസാ നബി അന്ന് 50 5 അത് വിളിച്ചു നോക്കാം 3 തന്നാലോ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ ആദ്യം 50 കിട്ടിയിട്ട് മൂസാ നബി ഇടപെട്ട ആളോ 5 ഇപ്പൊ 5 കഴിയൂല. അന്ന് സ്വഹാബിയൊക്കെ 5 കഴിഞ്ഞു, നമുക്കിപ്പോ 3 എങ്ങനെ ഒപ്പിക്കാന്നേ ഉള്ളൂ. ഒന്ന് വിളിച്ചോക്കെ മൂസാ നബി ഒരു 2 3 ആക്കിയിട്ട് ഒന്നും കൂടി ഇടപെടി. റസൂലും അവിടെ ഉണ്ട്, മൂസാ നബി അവിടെ ഉണ്ട്, നിങ്ങൾ നബിനോട് ഒന്നും കൂടി പോകാൻ പറയാളി അങ്ങോട്ട് മിറാജിക്ക് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരുത്തം വിളിക്കുകയാണെങ്കിലോ മൂസാ നബിയെ വിളിച്ചിട്ട് ഒരാൾ കുത്തുബയ്യത്ത് നടത്തിയായിരിക്കാം. എന്നിട്ട് പറയാം മൂസാ നബിനെ ഹാജരാക്കിയിട്ട് ചങ്ങതിരിക്ക് നമ്മൾ കുത്തുബയ്യത്ത് നടത്തി 1000 പ്രാവശ്യം വിളിച്ച് മൂസാ നബിനെ വരുത്തിയിട്ട് പറയാം നിങ്ങൾ റസൂലിനോട് ഒന്നും കൂടെ പോകാൻ പറയും മിറാജിക്ക്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറയും ഈ 5 ഇപ്പൊ കഴിയുന്നില്ല, അതൊക്കെ പഴയ കാലത്തായിരുന്നു, അതുകൊണ്ട് 3 4 അല്ലെങ്കിൽ 2 ഒക്കെ ആണെങ്കിൽ സൗകര്യമായിരുന്നു, പറ്റ ഒഴിവായി കിട്ടിയ അത്രയും നല്ലതാണ്, അതിൽ ഒന്ന് ഇടപെടണം എന്ന് പറയാൻ പറ്റുന്ന വിശ്വസിച്ചാൽ അത് ന്യായമല്ല. അതല്ല, മൂസാ നബിയുടെ അന്നത്തെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് 50 5 ചുരുങ്ങിയത് എന്നാണോ വിശ്വസിക്കേണ്ടത്? ആ വിശ്വാസം നിർബന്ധമാണ്. കാരണം സ്വഹീഹ് ഹദീസാണ്. വമാ അതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അപ്പൊ അത് മനസ്സിലായി.